ഹലോ മക്കളെ, നമുക്കറിയാം ICAR അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അറിയാം, നാളെ 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നോ നാളെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആകെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടുണ്ട്, നമ്മുടെ റാങ്ക് ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ പ്രിഫറൻസ് ഓർഡർ വെക്കേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റി കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഇതെല്ലാമായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കേസ് തന്നെ പറയാം. ഇവിടെ ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 90 റാങ്കുള്ള കുട്ടികൾ മുതൽ 7963 റാങ്കുള്ള കുട്ടി വരെ BSc അഗ്രികൾച്ചറിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് ജനറൽ കാറ്റഗറിയുടെ കേസാണ്. OBCയും ഏകദേശം 7000 വരെ തന്നെയാണ്, ആ റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കി SC ST കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഏകദേശം 10,000 എബോവിൽ വരെ പോയിട്ടുണ്ട്. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ 107 മുതൽ 6239 വരെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ US ബാംഗ്ലൂർ ആണെങ്കിൽ 2567 വരെയും, US ധാർവാഡ് ആണെങ്കിൽ 5999, ഏകദേശം 6000 വരെയും. ഇനി ആംഗ്രു, അതായത് നമ്മുടെ ആന്ധ്രയിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആചാര്യ രംഗറാവു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെയാണെങ്കിൽ 7051 വരെ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇത് കൂടാതെ നമുക്കറിയാം തെലങ്കാന യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രൊഫസർ ജയശങ്കർ തെലങ്കാന യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ 7100 വരെ പോയിട്ടുണ്ട്. പക്ഷേ തെലങ്കാന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ആന്ധ്ര ഡിവൈഡ് ചെയ്ത് തെലങ്കാന ആയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയും വന്നിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അസൗകര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അറിയേണ്ടത് ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ കേസോട് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഡൽഹി തന്നെയാണ്. IRA ഡൽഹിയിൽ കഴിഞ്ഞ വർഷം 12ാം റാങ്കിലുള്ള കുട്ടി മുതൽ 7811 വരെയുള്ള റാങ്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ലാസ്റ്റ് റൗണ്ടിൽ എത്തുന്ന സമയത്താണ്. ഇനി IRA ആസാമിലാണെങ്കിൽ 3801 വരെയും, IRA ജാർഖണ്ഡിലാണെങ്കിൽ 1963 വരെയുമാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് വെച്ചിട്ട് ഇപ്പോൾ 2000-നകത്തൊക്കെ നിങ്ങൾക്ക് റാങ്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് IRA ഡൽഹിയോ അല്ലെങ്കിൽ ആസാമോ അല്ലെങ്കിൽ ജാർഖണ്ഡോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാതെ തന്നെ IRAയുടെ വിവിധ സബ് ക്യാമ്പസുകളായിട്ടുള്ള നമുക്കറിയാം ഇപ്പോൾ വന്നിരിക്കുന്ന ക്രിജാഫിനകത്ത്, IISRനകത്ത്, അങ്ങനെയുള്ള ചില റിസർച്ച് സെൻറ്ററുകളിലും IRA അവരുടെ BSc കോഴ്സസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ പുറത്ത് ഹോസ്റ്റൽ എടുക്കേണ്ടതായിട്ട് വരും. ഇനി റെപ്യൂട്ടഡ് ആയിട്ടുള്ള മറ്റ് ചില യൂണിവേഴ്സിറ്റികൾ കൂടി പറയാം. ഒന്ന് ആനന്ദാണ് ഗുജറാത്തിലുള്ളത്. അവിടെ 2836 വരെ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് പോയിട്ടുണ്ട്. അലിഗഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 3346 വരെ, BHUവിലാണെങ്കിൽ 169 വരെ. അപ്പോൾ അവിടുത്തെ ഡിമാൻഡ് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നത് ഉള്ളൂ. അതുപോലെ തന്നെ ഗുജറാത്തിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് നവസാരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ 5822 വരെ BSc അഗ്രികൾച്ചർ പോയിട്ടുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലുള്ള ഡോക്ടർ PDKV യൂണിവേഴ്സിറ്റി അക്കോളയിലാണ് വരുന്നത്. അത് 7550 വരെയും. പിന്നെ നമ്മുടെ ഷേറി കാശ്മീർ യൂണിവേഴ്സിറ്റി ആക്ച്വലി നമ്മുടെ ടോപ്പ് റാങ്കിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിലും ദൂരം കൊണ്ടാണ് പലരും അത് പ്രിഫറൻസ് കൊടുക്കാത്തത്. പക്ഷേ എല്ലാ രീതിയിലും അക്കാഡമിക്സ് ആയാലും ഫെസിലിറ്റീസ് ആയാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അവിടെ 5176 വരെയാണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ ഹരിയാനയിലുള്ള ചൗധരി ശരൺ സിംഗ് യൂണിവേഴ്സിറ്റി, അതും ഹിസാറിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ 710 വരെ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എത്രത്തോളം ഡിമാൻഡഡ് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. അപ്പോൾ 710 വരെയാണ് അതിലെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആന്ധ്രയിലുള്ളത്, തെലങ്കാനയിലുള്ളത്, US ബാംഗ്ലൂർ, US ധാർവാഡ്, ഇത്രയുമാണ് നമുക്ക് സൗത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ടോപ്പിൽ വെക്കാം. അല്ല, നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ പഠിക്കാം, ഓൾമോസ്റ്റ് നല്ലൊരു അക്കാഡമിക്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ടോപ്പിൽ വെക്കാം. ഇനി അക്കാഡമിക്സിൽ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നത് US ബാംഗ്ലൂരാണ്. അപ്പോൾ US ബാംഗ്ലൂരും വേണമെങ്കിൽ നിങ്ങൾക്ക് ദൂരം കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വേണം നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. നിങ്ങൾ കേരളത്തിൽ നല്ല പഠിക്കണോ അതോ പുറത്ത് പോകണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് 20,000 25,000 വരെയുള്ള റാങ്കിലുള്ള കുട്ടികൾക്ക് BSc അഗ്രികൾച്ചർ കിട്ടില്ല എങ്കിൽ പോലും മറ്റ് കോഴ്സുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് നമുക്കറിയാം ഫോറസ്ട്രി അങ്ങനെയുള്ള 11ഓളം കോഴ്സുകൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി കോഴ്സസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 7000 മുതൽ 8000 വരെയാണ്. അപ്പോൾ ഇതിനകത്ത് റാങ്ക് വരുന്നവർക്കായിരിക്കും കൂടുതലും BSc അഗ്രികൾച്ചർ കിട്ടാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യേണ്ടത്. ഒരിക്കൽ സെറ്റ് ചെയ്താൽ പിന്നെ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ നല്ലപോലെ ആലോചിച്ച് തന്നെ ചെയ്യുക. ഒരു കാര്യം എടുത്ത് ഓർമ്മിക്കുന്നു, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ എന്നായിരിക്കും പേര് കിടക്കുന്നത്. അത് കേരളത്തിനകത്തുള്ള 4 സബ് ക്യാമ്പസുകൾ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ നെയിമാണ്. അല്ല തൃശ്ശൂർ കാണുമ്പോഴത്തേക്കും അയ്യോ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 500 രൂപ ഫീസ് അടച്ച് എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.